കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജി സുധാകരൻ മനഃപൂർവ്വം ഗുരുതര വീഴ്ച വരുത്തിയെന്ന് സിപിഎം പാർട്ടി രേഖ. എ.കെ. ബാലനും സജി ചെറിയാനുമെതിരെ സുധാകരൻ പരസ്യ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഈ രേഖ പുറത്തുവന്നത്. സ്ഥാനാർത്ഥിയായ എച്ച് സലാം SDPI-കാരനാണെന്ന പ്രചാരണത്തിൽ സുധാകരൻ മൗനം പാലിച്ചു. തെരഞ്ഞെടുപ്പ് ഫലത്തെ ദോഷം ചെയ്യുന്ന നിലപാടുകൾ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായി. മണ്ഡലത്തിലെ ചുമതലക്കാരനെന്ന നിലയിൽ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല. അങ്ങനെ കുറ്റപത്രത്തിൽ നിരവധിയുണ്ട് ആരോപണങ്ങൾ. അമ്പലപ്പുഴ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലാണ് സുധാകരനെതിരെ പരാതി ലഭിച്ചത്. വിവരങ്ങളുമായി വി അരുൺ ചേർന്നു. അരുൺ, ഈ പാർട്ടി രേഖ പുറത്തു വന്നൊരു സമയവും കൂടി ശ്രദ്ധേയമാണ്. ഇന്നലെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ സുധാകരൻ സജി ചെറിയാനെതിരെ അടക്കം ഉന്നയിച്ചിരുന്നു. അതിന് മുൻപത്തെ ദിവസവും സുധാകരന്റെ ഭാഗത്ത് നിന്ന് അത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇതൊരു പരസ്യമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് ആലപ്പുഴയിലെ CPM-ൽ കാര്യങ്ങൾ പോകുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഒരു പാർട്ടി രേഖ വരുമ്പോൾ അതിന്റെ പ്രസക്തി എത്രത്തോളമുണ്ട്? രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ വീഴ്ചകൾ സുധാകരന് പറ്റിയെന്നാണ് ഈ കുറ്റപത്രം പോലുള്ള രേഖയിൽ പറയുന്നത്? CPM വലിയ വിജയമാണ്, ഇടതുമുന്നണി വലിയ വിജയമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. അപ്പോഴും ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ, അമ്പലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ CPM-ന്റെ വിജയം ഒട്ടും അഭിമാനിക്കാൻ തക്ക ഒന്നായിരുന്നില്ല. വലിയ വിജയം നേടിയിരുന്ന മണ്ഡലങ്ങളിൽ അവിടെ ചെറിയ ഭൂരിപക്ഷത്തെ ഇടതു സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് പാർട്ടി പരാജയപ്പെട്ടെങ്കിൽ പോലും അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന വീഴ്ച പരിശോധിക്കാൻ CPM-ന്റെ സംസ്ഥാന സമിതി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അന്വേഷണം രണ്ടംഗ കമ്മീഷൻ ഇളമരം കരീമും KJ തോമസ് രണ്ടുപേരും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇളമരം കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു ആ കമ്മിറ്റി അന്ന് നിയോഗിച്ചത്. ആ കമ്മിറ്റി സംസ്ഥാന സമിതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് സുധാകരന്റെ വീഴ്ചകൾ എണ്ണി പറയുന്നത്. അതിന്മേൽ സുധാകരനെതിരെ അച്ചടക്ക നടപടി വന്ന് പാർട്ടി സ്വീകരിച്ചിരുന്നു. സുധാകരനെ പരസ്യ ശാസനയ്ക്ക് വിധേയമാക്കാനായിരുന്നു അന്ന് സംസ്ഥാന സമിതി തീരുമാനിച്ചത്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിയാകുമെന്ന് സുധാകരൻ വിശ്വസിച്ചിരുന്നു. അമ്പലപ്പുഴയിൽ മാത്രമല്ല, ഈ 2 തവണ തുടർച്ചയായി മത്സരിച്ച് എല്ലാവരെയും ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോൾ DC മറ്റു ചില പേരുകൾ നിർദ്ദേശിച്ചപ്പോഴും സംസ്ഥാന നേതൃത്വത്തിന്റെ പേര് തന്നെ പറയുമെന്ന് സുധാകരൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. അതോടുകൂടി അദ്ദേഹത്തെ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം തന്നെയാണ് സലാമിന്റെ പേര് നിർദ്ദേശിച്ചത്. അപ്പോഴും സ്ഥാനാർത്ഥിയെ തന്നെ സംസ്ഥാന നേതൃത്വം നിർത്തുമെന്ന് തന്നെ അദ്ദേഹം വിശ്വസിച്ചു. പക്ഷെ അത് ഉണ്ടായില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി നേതാവിനെ ചേരുന്ന തരത്തിലായിരുന്നില്ല എന്നാണ് CPM-ന്റെ ഈ റിപ്പോർട്ട് പറയുന്നത്. താൻ തന്നെ സ്ഥാനാർത്ഥിയായി വരുമെന്ന് സുധാകരൻ കരുതിയിരുന്നു. എന്നാൽ സംസ്ഥാന കമ്മിറ്റി സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായി അമ്പലപ്പുഴയിലും പുതുതായി ഒരു സഖാവിന് അവസരം നൽകി. ആർക്കെങ്കിലും ഇളവ് നൽകിയാൽ 33 പേർക്കും ഇളവ് നൽകേണ്ടി വരുമായിരുന്നു. എന്നാൽ പുതിയ സഖാക്കളെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചതോടെ പാർട്ടിയെക്കുറിച്ച് വളരെയേറെ മതിപ്പ് ജനങ്ങളിൽ ഉണ്ടാക്കി വലിയ വിജയം നേടാനും ഇടതുമുന്നണി കഴിഞ്ഞു. അമ്പലപ്പുഴ മണ്ഡലത്തെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പാർട്ടിക്ക് അവമതിപ്പും സഖാക്കളിൽ ഭിന്നിപ്പും ഉണ്ടാക്കുന്ന ഒട്ടേറെ പ്രചരണങ്ങൾ മാധ്യമങ്ങളുടെ പുറത്തു വരികയുണ്ടായി. എന്നാൽ അതിനെല്ലാം അതിജീവിച്ച് പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സഖാക്കൾ ഊർജ്ജസ്വലമായി രംഗത്തിറങ്ങി. എന്നാൽ ഇതിൽ പൂർണ്ണമായും ഉത്തരവാദിത്വം നിർവഹിക്കാൻ സുധാകരന് കഴിഞ്ഞില്ല എന്നാണ് കുറ്റപ്പെടുത്തുന്നത്. ഈ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. സലാമിനെ SDPI-കാരാണെന്ന പ്രചാരണം വലിയ ചില കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കരുതെന്ന മറ്റുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ MLA കൂടിയായിരുന്ന, അന്ന് മന്ത്രി കൂടിയായിരുന്ന സുധാകരന്റെ പരസ്യ പ്രതികരണം ഉണ്ടായില്ല. അതായത് സലാമിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അമ്പലപ്പുഴ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് സുധാകരന് പാർട്ടി നിർദ്ദേശം നൽകിയത്. എന്നാൽ പൂർണ്ണ ഉത്തരവാദിത്തം ആ സഖാവ് നിറവേറ്റില്ല എന്ന് കമ്മീഷൻ കണ്ടെത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തന ഫണ്ട് സമാഹരണത്തിന് മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സുധാകരൻ സന്നദ്ധനായില്ല. സുധാകരൻ ലഭിച്ച തുകയിൽ ചെറിയൊരു ഭാഗം അമ്പലപ്പുഴ മണ്ഡലത്തിന് നൽകി. അതിനു പുറമെ മറ്റു ചില മണ്ഡലം കമ്മിറ്റികളെ കൂടി സാമ്പത്തികമായി ഈ ഫണ്ട് നൽകി സുധാകരൻ സഹായിച്ചു. അത് പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നില്ല, തന്നിഷ്ടപ്രകാരമാണ് സുധാകരൻ ചെയ്തത്. DC സെന്ററുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ വേണ്ടത് സഹായിച്ചില്ല എന്ന മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി തന്നെ പിന്നീട് പാർട്ടിക്ക് മൊഴി നൽകി. പലരിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിക്ക് പണം കടമെടുക്കേണ്ടി വന്നു. ഇക്കാര്യത്തിൽ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം ഇടപെട്ടിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം സുധാകരൻ നടത്തിയുള്ള പ്രതികരണങ്ങളും പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലായിരുന്നില്ല.
തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മറ്റു ചില മണ്ഡലം കമ്മിറ്റികളിൽ പങ്കെടുത്തുകൊണ്ട് വലിയ വിജയം ജില്ലയിൽ ഉണ്ടാകില്ലെന്നും കഷ്ടിച്ച് 2 മണ്ഡലങ്ങൾ മാവേലിക്കരയും ചെങ്ങന്നൂർ മാത്രം ജയിക്കുമെന്നുമായിരുന്നു സുധാകരൻ പാർട്ടി യോഗങ്ങളിൽ പോലും പറഞ്ഞത്. ഇത് നിഷേധാത്മക നിലപാടിന് ഉദാഹരണമാണ്. മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിൽ നടത്തിയുള്ള പ്രതികരണം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സഖാക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തരത്തിലായിരുന്നില്ല എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത്. എന്നാൽ തനിക്ക് യാതൊരു പിശകും സംഭവിച്ചില്ല നിലപാടാണ് സുധാകരൻ കമ്മീഷനോട് പോലും സ്വീകരിച്ചത്. ഒരു സ്വയം വിമർശനം നടത്താൻ സുധാകരൻ എന്ന സഖാവ് തയ്യാറായില്ലെന്നും ഈ റിപ്പോർട്ട് കുറ്റപ്പെടുന്നു. അങ്ങനെ ഇതിനുശേഷമുള്ള പ്രതികരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാല സുധാകരന്റെ വിട്ടുനിൽക്കലൊക്കെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹത്തിന് ഒരു കുറ്റപത്രം, അതായത് സാധാരണഗതിയിൽ ഒരു പാർട്ടി ശക്തമായ നടപടിയിലേക്ക് സസ്പെൻഷൻ എങ്കിലും ചുരുങ്ങി വരേണ്ട നടപടിയിലേക്കാണ് സുധാകരന്റെ പ്രവർത്തനങ്ങൾ വീഴ്ചകൾ കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ദീർഘകാല പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചതുകൊണ്ടും ദീർഘകാലമായുള്ള പ്രവർത്തന പാരമ്പര്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് സഖാവിനെ തെറ്റുതിരുത്താൻ സഹായകരമായ നടപടിയാണ് വേണ്ടതെന്ന് സംസ്ഥാന കമ്മിറ്റി നിശ്ചയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജി സുധാകരനെ പരസ്യ ശാസനയിൽ നടപടി ഒതുക്കിയതെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. പക്ഷേ സുധാകരൻ ഇപ്പോഴും പൂർണ്ണമായും പാർട്ടിക്കാരെന്ന് പറയുമ്പോഴും പലപ്പോഴും പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാനെതിരെ നടത്തിയ വിമർശനങ്ങളടക്കം പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ജി സുധാകരൻ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമെന്ന് വലിയ പ്രചരണമുണ്ട്. എന്നാൽ സുധാകരൻ പറയുന്നത് തന്നെ പാർട്ടിക്ക് പുറത്താക്കാൻ BJPയിലേക്ക് എത്തിക്കാൻ നേതാക്കൾ തന്നെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. താൻ അതിന് വഴങ്ങില്ല എന്ന് പറയുമ്പോഴും സുധാകരന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറ്റപത്രത്തിന് സമാനമായ ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ സുധാകരനെ CPM ഇനി അത്ര കണ്ട് ഒപ്പം നിർത്തില്ല എന്ന സൂചനയായി വേണം ഇതിനെ കാണാൻ. അരുൺ, ഇന്നലെ ആർ നാസറിന്റെ പ്രതികരണം ശരണ്യയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, സുധാകരന്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രവൃത്തികൾ കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം വരുന്നത് എന്നടക്കം പറയുകയുണ്ടായി. അതൊക്കെ സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവിന് നേരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നു, തൻ്റെ മാതാപിതാക്കളെ അടക്കം അധിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വലിയ പരാതി അദ്ദേഹം ഉന്നയിക്കുമ്പോൾ അതിനോട് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. സുധാകരൻ പറയുന്നുണ്ട് തന്നെ പാർട്ടിക്ക് പുറത്താക്കാനാണ് ശ്രമിക്കുന്നത്, ഈ സൈബർ അധിക്ഷേപമൊക്കെ നടത്തി അതിനു പിന്നിൽ സലാമാണെന്ന് പേര് പറയാതെ പറയുക വരെ ചെയ്തു. അതിനുശേഷമാണ് ഈ സജി ചെറിയാന്റെ ഉപദേശവും. അപ്പൊ ചുരുക്കത്തിൽ ആലപ്പുഴയിലെ CPM ഏത് കാലത്തും ഇങ്ങനെ പ്രശ്നങ്ങളും വിഭാഗീയതയും ഒക്കെ നിറഞ്ഞാണ് പോകാറുള്ളത്. നിലവിൽ ആലപ്പുഴയിലെ CPM ഏത് ഘട്ടത്തിലാണ് ചെന്ന് നിൽക്കുന്നത്? സുധാകരൻ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? നമുക്കറിയാം ചില വേദികളിൽ സുധാകരന്റെ പരാമർശമൊക്കെ കുറച്ചുനാൾ മുമ്പാണല്ലോ വലിയ വിവാദമായി മാറിയത്. ശ്രീജ, പതിറ്റാണ്ടുകൾ ആലപ്പുഴയിലെ CPMനെ അടക്കി ഭരിച്ച എന്ന് തന്നെ പറയണം ജി സുധാകരൻ. VS അച്യുതാനന്ദൻ സജീവമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞിരുന്ന കാലത്ത് പോലും ആദ്യം VS ഒപ്പം നിന്നും പിന്നീട് പിണറായി പക്ഷത്തിന് വേണ്ടിയും ആലപ്പുഴ ജില്ലയിലെ സംഘടനാ സംവിധാനത്തെ ഒന്നടങ്കം കൊണ്ടു നടന്ന നേതാവാണ് ജി സുധാകരൻ. സജി ചെറിയാനും സലാമും ഒക്കെ എന്നും സുധാകരന്റെ ഉറച്ച അനുയായികളായിരുന്നു. സജി ചെറിയാനെ ഈ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സുധാകരൻ പറഞ്ഞതുപോലെ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതുമല്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് ശേഷം സുധാകരൻ മറ്റൊരു തരത്തിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. തീർച്ചയായും CPM പോലുള്ളൊരു പാർട്ടിക്ക് അത് സഹിക്കാൻ കഴിയുന്ന അംഗീകരിക്കാൻ കഴിയുന്ന നിലയിലല്ല സുധാകരൻ പ്രവർത്തിക്കുന്നത്. പക്ഷെ സുധാകരനെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം, ഒരു രക്തസാക്ഷി, സ്വന്തം അനുജനെ SFI നേതാവായിരിക്കുമ്പോൾ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്ന ആ ഒരു പശ്ചാത്തലം കൂടി, കുടുംബ പശ്ചാത്തലം കൂടി സുധാകരനുണ്ട്. അത്തരമൊരു നേതാവിനെ നടപടിയെടുത്ത് പുറത്താക്കേണ്ടതെന്ന് CPM നേരെ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഒരു കടുത്ത അച്ചടക്ക ലംഘനം CPM കണ്ടെത്തിയിട്ട് പോലും പാർട്ടിയിൽ തന്നെ നിലനിർത്താൻ തീരുമാനിച്ചത്, പരസ്യ ശാസനയിൽ അച്ചടക്ക നടപടി ഒതുക്കിയത്. പക്ഷെ അതിനുശേഷവും സുധാകരൻ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങൾ, ചില ചർച്ചകളും ഒക്കെ CPMനെ ആരും ഉൾക്കൊള്ളാനാവുന്നില്ല. ഇപ്പോഴും ഒരു നടപടിയിലേക്കൊക്കെ ഇപ്പോൾ അദ്ദേഹം ബ്രാഞ്ച് അംഗം മാത്രമാണ്, അതിനും താഴേക്ക് ഒരു ഘടകം CPMനില്ല. അതുകൊണ്ട് തന്നെ ഒരു നടപടിയിലേക്ക് CPM പോകാൻ ഇടയില്ല. പക്ഷേ സുധാകരനെ വകവെച്ച് കൊടുക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് CPM നേതാക്കൾ എത്തിയിരുന്നു. അതുകൊണ്ടാണ് ഈ സജി ചെറിയാനും അല്ലെങ്കിൽ മറ്റു നേതാക്കളും ഒക്കെ പരസ്യ വിമർശനവുമായി രംഗത്ത് വരുന്നത്. പക്ഷേ സുധാകരൻ പറയുന്നത് തന്നെ പ്രാദേശിക നേതാക്കൾ പോലും വലിയ രീതിയിൽ അപമാനിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും സുധാകരനെതിരെ കടുത്ത നടപടിയൊന്നും CPM എടുക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ബ്രാഞ്ച് അംഗം മാത്രമാണ്. അദ്ദേഹത്തെ അതിൽ വേണമെങ്കിൽ ബ്രാഞ്ചിൽ നിന്നുകൂടി പുറത്താക്കാം. അത്തരം നടപടിയിലേക്ക് CPM പോകാനുള്ള സാധ്യത വിരളമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇനി സുധാകരനെ അങ്ങനെ ഈ മുതിർന്ന നേതാവെന്ന ഒരു പരിഗണനയൊന്നും നൽകി CPM സംരക്ഷിച്ചു പോകാനുള്ള സാധ്യതയും കുറവാണ്. ശരി, ആ ധൈര്യത്തിൽ തന്നെയാണ് ഇനി ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രതികരണങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ജി സുധാകരൻ പറയുന്നതിനെ കാര്യമായി എടുക്കേണ്ട എന്നൊരു നിലപാടിലേക്കാണ് CPM എത്തുന്നത് എന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന്
മനസ്സിലാവുന്നത്. വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.